Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى. വിശ്വാസികളെ, കൊലപാതകത്തിൽ പ്രതിക്രിയ നിങ്ങൾക്ക് നാം നിയമമാക്കിയിരിക്കുന്നു. കൊലപാതകി സ്വതന്ത്രനാണെങ്കിൽ അവനെ തന്നെയും, ഇനി അടിമയാണെങ്കിൽ അവനും, സ്ത്രീയാണെങ്കിൽ അവളും പ്രതിക്രിയക്കർഹരാണ്. فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان. എന്നാൽ സഹോദരബുദ്ധിയ ഒരുവന് മാപ്പ് നൽകപ്പെട്ടാൽ നല്ല നിലയിൽ അത് അംഗീകരിക്കുകയും മാന്യമായ നഷ്ടപരിഹാരം നൽകുകയും വേണം. ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. നിങ്ങളുടെ നാഥന്റെ വക ഒരിളവും ദയയുമാണിത്. എന്നിട്ട് പിന്നെയും പരിധി വിടുന്നവർക്ക് നോവുന്ന ശിക്ഷയുണ്ടാകും. ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. ബുദ്ധിയുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രതിക്രിയയിൽ ജീവിതമുണ്ട്. നിങ്ങൾ ജാഗ്രതായിരിക്കുകയും ചെയ്തേക്കാം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 178, 179 ആയത്തുകൾ നമുക്കിന്ന് പരിശോധിക്കാം. ഏതൊരു സമൂഹവും അവർ ദൈവശാസനകളോട് എടുക്കുന്ന നിലപാടെന്തോ സമാനമായ നിലപാടായിരിക്കും ദൈവം അവരോടും കൈക്കൊള്ളുന്നത്. പരുക്കരാവാൻ സ്വയം തീരുമാനിച്ചാൽ ദൈവകൽപ്പനകളും അതിനനുസരിച്ച് നിഷ്കർഷിക്കപ്പെട്ടെന്നിരിക്കും. ബനൂ ഇസ്രായേലിയരുടെ വിഷയത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. നിരവധി പ്രാവശ്യം തങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വെളിപ്പെടുത്തുക വഴി അവർക്ക് ലഭ്യമായിരുന്ന ശരീഅത്ത് കഠിനമായ ഒന്നായി മാറി. പിന്നീട് പുരോഹിതരാൽ അത് കഠിനോത്കഠിനമായി തീരുകയും ചെയ്തു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇന്നിവിടെ അതിനോട് സദൃശ്യമായ മറ്റൊരു ക്രിമിനൽ ആക്ടിലേക്കാണ് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത്. ബനൂ ഇസ്രായേലിലേക്ക് നൽകിയിരുന്ന നിയമങ്ങളെ അപേക്ഷിച്ച് ഏറെ ലഘുവായ അഥവാ തഖ്ഫീഫ് ചെയ്ത നിയമങ്ങളാണ് നിങ്ങൾക്ക് നാം റൂൾ ചെയ്യാൻ പോകുന്നത് എന്ന് അള്ളാഹു പറയുന്നു. അതാകട്ടെ അവന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഔദാര്യമാണെന്നും അവൻ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ആദ്യം സൂറ അൽ മാഇദയിലെ 44-ാമത്തെ ആയത്തിൽ നിന്ന് ആരംഭിക്കാം. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ. തീർച്ചയായും വെളിച്ചവും സന്മാർഗവുമായി തൗറാത്ത് അവതരിപ്പിച്ചത് നാം ആണ്. യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമു ലില്ലദീന ഹാദു. മുസ്ലിങ്ങളായിരുന്ന സർവ്വപ്രവാചകരും യഹൂദർക്ക് തൗറാത്ത് അനുസരിച്ച് നിയമപാലനം നടത്തുകയും ചെയ്തിരുന്നു. വറബ്ബാനിയൂന വൽ അഹ്ബാറു ബിമസ്തഹ്ഫളു മിൻ കിതാബില്ലാഹ് വകാനു അലൈഹി ശുഹദാ. വേദകൽപ്പനകൾ പരിപാലിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടിരുന്നതിനാൽ അഹ്ബാറുകളും റബ്ബാനികളും ഒക്കെയും ഇതനുസരിച്ച് തീർപ്പ് കൽപ്പിച്ചിരുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ നിയമങ്ങളിൽ ചിലത് എന്തൊക്കെയാണെന്ന് വിവരിക്കുകയാണ് അല്ലാഹു. വകതബനാ അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിന്നഫ്സ് വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫ് വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിൻ വൽ ജുറൂഹ ഖിസാസ്. അഥവാ ജീവന് പകരം ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല് തുടങ്ങി എല്ലാ പരിക്കുകൾക്കും തത്തുല്യമായ പ്രതിക്രിയ നാം ജൂതർക്കായി നിയമമാക്കിയിരുന്നു. ഇക്കാര്യം വിശദമായി തന്നെ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണാം. അവർക്ക് ദിയ അഥവാ ഈ ബ്ലഡ് മണി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. അക്കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതായിരുന്നു തൗറാത്തിലൂടെ നൽകപ്പെട്ടിരുന്ന നിയമം. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എന്ന പോലെ ഇക്കാര്യത്തിലും മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇളവുകളും അയവുകളും വരുത്തി പുതിയ നിയമം അവതരിപ്പിക്കുകയാണ്. ഓരോരോ അവയവങ്ങൾക്കും പകരമായി കർക്കശമായി പറിച്ചെടുക്കണമെന്നൊന്നുമില്ല. മറിച്ച് ജീവൻ അപഹരിക്കപ്പെട്ടാലാണ് കിസാസ് എടുക്കേണ്ടത്. അതുപോലും വിട്ടുവീഴ്ചയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേറെ പ്രോത്സാഹനീയമാണ് എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെയും 2-3 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ആയത്ത് അവതരിക്കുമ്പോൾ അറബികളുടെയും യഹൂദരുടെയും വിഷയത്തിലെ നടപ്പ് രീതി എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ഗോത്രീയ ജീവിതമായിരുന്നതിനാൽ ഒരേ വംശത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും സോഷ്യൽ സ്റ്റാറ്റസ് വളരെ വ്യത്യസ്തമായിരിക്കാം. സാമൂഹികമായി പല ശ്രേണികളും അവരുണ്ടാക്കുകയും നീതിന്യായ നിർവഹണം പോലും ഈ ശ്രേണികളുടെ ഉച്ചനീതിത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിർണയിക്കുകയും ചെയ്തിരുന്നു അവർ. മദീനയിലെ പ്രസിദ്ധ ഗോത്രങ്ങളായിരുന്ന ബനൂ നദീർ, ബനൂ ഖുറൈല ഗോത്രങ്ങൾ തമ്മിൽ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൊലപാതകി ഖുറൈലക്കാരനാണെങ്കിൽ അയാൾ വധിക്കപ്പെടുമായിരുന്നു. തീർച്ചയായും ഫിദിയയായിട്ട് 200 വസ്ക് കൊടുക്കേണ്ടിയും വരും.
അതേസമയം കൊലപാതകി ബനു നദീറുകാരനാണെങ്കിൽ വധശിക്ഷ ഉണ്ടാവില്ല, ഫിദിയ പകുതി കൊടുത്താലും മതി. ഇങ്ങനെ വേദക്കാരായി നടിച്ചിരുന്ന യഹൂദ ഗോത്രങ്ങളിൽ പോലും ഈ സ്വഭാവത്തിൽ സാമൂഹിക സമത്വത്തിന്റെ നേർചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് അറബികളുടെ കാര്യത്തിലാണെങ്കിൽ പേരിന് പോലും സെൻട്രലോ ഫെഡറലോ ആയിട്ടുള്ള ഒരു നിയമവ്യവസ്ഥകളും അന്ന് നിലവിലില്ലായിരുന്നതിനാൽ കയ്യൂക്കുള്ളവർ തങ്ങളുടെ തിണ്ണമെടുക്കിനനുസരിച്ച് പ്രതികാരമെടുക്കുക എന്നതായിരുന്നു അവരുടെ പതിവ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്തിന്റെ പശ്ചാത്തലമായിട്ട് ഇബ്നു കസീർ റഹ്മഹുള്ള ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ജാഹിലിയ കാലത്ത് പരസ്പരം ഏറ്റുമുട്ടി കൊലകൾ നടത്തിയിരുന്ന 2 ഗോത്രങ്ങൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അതിലൊന്ന് സമ്പത്തും മാടമ്പിത്തരവും കൂടുതലുണ്ടായിരുന്ന ഗോത്രമായിരുന്നു. അവർ തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന്റെ ഇരട്ടി എതിർ ഗോത്രത്തിൽ നിന്നും എടുക്കണമെന്ന് ശപഥം ചെയ്യുകയും റസൂലിനോട് അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഈ ഒരു വേളയിലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സമാനമായി ഇന്ത്യയിലേക്ക് വന്നാലോ? ഇവിടെ ഒരിക്കലും ഒരേ കുറ്റത്തിന് എല്ലാ ജാതി സമൂഹങ്ങളും ഒരുപോലെ നടപടിക്ക് വിധേയരായിട്ടില്ല. താഴ്ന്ന ജാതിക്കാരെന്ന് പരികൽപ്പനക്ക് വിധേയരാക്കപ്പെട്ടിരുന്നവർ ഒരു കുറ്റത്തിൽ പെട്ടുപോയാൽ അവർ ചിത്രവധത്തിനും കഠിനമായ ദണ്ഡനങ്ങൾക്കും വിധേയമാക്കപ്പെടുമായിരുന്നു. അതേസമയം ഒരു ബ്രാഹ്മണനാണ് പ്രതിസ്ഥാനത്തെങ്കിലോ കൂടി വന്നാൽ അവന് ജാതി ഭ്രഷ്ട് കൽപ്പിക്കും എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ നടപ്പിലാകുമായിരുന്നില്ല. ഇவ்விധം അസമത്വങ്ങളുടെ കുത്തരങ്ങായിരുന്ന ഒരു കാലത്താണ് നീതിയുടെയും സമത്വഭാവനയുടെയും ഉദ്ഘോഷമായി ഖുർആൻ അവതരിക്കുന്നത്. തങ്ങളുടെ ഗോത്രത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടാൽ മറുവശത്തുള്ള പുരുഷനെ ഞങ്ങൾ അങ്ങ് തീർക്കും, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അടിമ കൊല്ലപ്പെട്ടാൽ മറുവശത്തുള്ള സ്വതന്ത്രനെ ഞങ്ങൾ ഉറക്കിക്കിടത്തും. ഇതൊക്കെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇനി ഇതിന്റെ മറുവശം, ഞങ്ങളൊക്കെ വലിയ സവർണ കുബേരികളാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും കാരണവന്മാരോ നേതാക്കന്മാരോ ഒക്കെ ഞങ്ങളുടെ ഗോത്രത്തിലെ ആരെങ്കിലും കാരണത്താൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് 3-4 അടിമകളെ കൊണ്ടുപോയിക്കോ, നിങ്ങൾ കൊന്നോ ക്രൂശിച്ചോ എന്ത് വേണം ചെയ്തോ. അല്ലാതെ അതിന് പകരമായി ഞങ്ങളുടെ ഇത്രയും വലിയ തറവാടിത്തമുള്ള സവർണരായ ഈ മേൽജാതിയിൽപ്പെട്ട ഞങ്ങളിൽ നിന്ന് ഒരു സ്വതന്ത്രനെ വിട്ടിരുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെയും നിലപാടുള്ളവരുണ്ടായിരുന്നു. ഇത്തരം എല്ലാ കീഴ്വഴക്കങ്ങൾക്കും അറുതി വരുത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അപ്പൊ കൊലപാതകി ആരാണോ അവനാണ് പ്രതിക്രിയക്ക് വിധേയനാകേണ്ടത്. കൊലപാതകി ആരാണോ അവൻ മാത്രമേ പ്രതിക്രിയക്ക് വിധേയനാകേണ്ടതുമുള്ളൂ. ഈ കാര്യം ഒന്നാമതായി ഊന്നി പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, പ്രതിക്രിയ എപ്പോഴും കൊലപാതകിയുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ നടക്കണമെന്നൊന്നുമില്ല. മറിച്ച് സാഹോദര്യഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന് അത് ഏറെ ഇഷ്ടമാണ്. കാരണം അവന്റെ തന്നെ വലിയൊരു ഗുണമാണ് വിട്ടുവീഴ്ച നൽകുക എന്നത്. അക്കാര്യം പകർത്താൻ ശ്രമിക്കുന്ന ഏതൊരടിമയോടും അവന് ഇഷ്ടമേ ഉണ്ടാവുള്ളൂ. കുത്തിബ എന്നാൽ നിയമമാക്കി എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് മേൽ ഈ നിയമം നാം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അത് ഓരോരുത്തർക്കും അത് നടപ്പിൽ വരുത്തുക എന്നത് നിർബന്ധ ബാധ്യതയായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് നിയമമാക്കി എന്നത്. എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ഒരുപോലെ നിർബന്ധ ബാധ്യതയാകണമെന്നില്ല. അങ്ങനെ ആകുന്നതും ഉണ്ടാകാം ഒരുപക്ഷെ. പലതിനും വൈയക്തികവും സാമൂഹികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മാനങ്ങൾ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ നാട്ടിലെ ട്രാഫിക് നിയമങ്ങൾ, അത് ബാധകമാകുന്നത് വാഹനം ഓടിക്കുന്നവർക്കോ വാഹന ഉടമസ്ഥർക്കോ മിനിമം റോഡിൽ ഇറങ്ങി നടക്കുന്നവർക്കോ മാത്രമാണ്. അതുതന്നെയും ഓരോരുത്തരെയും വ്യത്യസ്ത സ്വഭാവത്തിലാണ് നിയമം ബാധിക്കുന്നത്. എങ്കിലും അവ നിയമങ്ങളാണ്, നാട്ടിൽ നടപ്പിലാക്കപ്പെടുന്നതാണ്. പക്ഷെ എല്ലാവരെയും ഒരുപോലെയല്ല അത് ബാധിക്കുന്നതെന്ന് മാത്രം. പറഞ്ഞു വരുന്നത്, നിയമങ്ങളുടെ ഒബ്ലിഗേഷൻ അത് എപ്പോഴും വേരി ചെയ്ത് നിൽക്കും, വ്യത്യസ്തമായി കിടക്കും. അപ്പോൾ പോലും അത് നിയമമാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടതുമാണ്. ഇതാണ് കുത്തിബ എന്ന പദം പ്രയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശ്രദ്ധേയമായ കാര്യം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വന്നാൽ, അള്ളാഹുവിന്റെ ഹദ്ദുകളെ അഥവാ നിയമങ്ങളെ അപഗ്രഥിക്കുന്നതിലെ ഉസൂലുമായി ബന്ധപ്പെട്ടതാണത്. നിയമങ്ങളിൽ ശിക്ഷാ നടപടികളും പ്രായശ്ചിത്ത നടപടികളും കാണും. ഇത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾക്ക് 2 ഇനം നിയമങ്ങളോടും 2 വിധം സമീപനം സ്വീകരിക്കാവുന്നതാണ്. ശിക്ഷാ നടപടികളുടെ കാര്യത്തിൽ അള്ളാഹുവാണ് ശദീദുൽ ഇഖാബ്. അതിനാൽ തന്നെ അവൻ പ്രഖ്യാപിച്ച നടപടികളാണ് ആത്യന്തികം. അവയെ പാരമ്യത്തിൽ കാണുകയും സന്ദർഭോചിതം ലഘൂകരണം കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ്. അള്ളാഹുവിന്റെ പ്രഖ്യാപിത പരിധിയേക്കാൾ കാഠിന്യമോ കാർക്കശ്യമോ കൈക്കൊള്ളാൻ ഇക്കാര്യത്തിൽ ആർക്കും തന്നെ അനുവാദമില്ല. അതേസമയം പല വീഴ്ചകളുടെയും പേരിൽ പ്രായശ്ചിത്ത നിയമമാക്കിയിട്ടുണ്ട്. ഇത് പ്രായശ്ചിത്ത നടപടികളാണ്. അതിന്റെ വിഷയത്തിൽ അള്ളാഹു പ്രഖ്യാപിച്ചതെന്തോ അതാണ് ഏറ്റവും മിനിമലായ ലെവൽ. അതിലേറെ ചെയ്യാൻ, അടിമകളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ മറ്റ് അതുപോലുള്ള നന്മകളായിരിക്കുമല്ലോ പ്രായശ്ചിത്തമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതിൽ അള്ളാഹു നിശ്ചയിച്ച ക്രമം എന്തോ അതാണ് ഏറ്റവും മിനിമൽ.
പ്രവാചകന്റെയും ഖുലഫാകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ശിക്ഷാ നടപടികൾ പല പല ന്യായങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുറച്ച് ലഘൂകരിച്ചു കൊടുക്കുന്നതും പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നതും കാണാം. ഒരിക്കലും അള്ളാഹു നിശ്ചയിച്ച ഹദ്ദിനേക്കാൾ കൂടുതൽ ശിക്ഷ കൊടുക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രായശ്ചിത്തം നിശ്ചയിച്ചത് കൂടുതൽ ചെയ്യാൻ കഴിയുന്നവരെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മാക്സിമം നന്മകൾ ചെയ്യാൻ അവരെ തയ്യാറാക്കിയതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. നാലാമത്തെ കാര്യം, പ്രതിരോധമോ പ്രതികാരമോ അല്ല ഖിസാസ് എന്ന് പറയുന്നത്. പ്രതിരോധം എന്നത് സഹജമായ ഒരു ജന്തുവാസനയാണ്. ഏതൊരു ജീവനുള്ള ജന്തുവും മുൻപിൻ നോക്കാതെ ആപൽഘട്ടങ്ങളിൽ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കും. ചിലപ്പോൾ തത്തുല്യമായ നടപടിയിൽ അത് ഒതുങ്ങണമെന്ന് പോലുമില്ല. ഉദാഹരണത്തിന്, അർദ്ധരാത്രിയിൽ ഭവനവേദനം നടത്തി അകത്ത് കടന്നിട്ടുള്ള മോഷ്ടാവിനെ അയാൾ നമുക്ക് നേരെ ആയുധം നീട്ടുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്തെന്നിരിക്കും. നമുക്കൊരു പോറല് പോലും ഏൽക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചുപോയെന്നും വരാം. ഫലത്തിൽ തുല്യതയില്ലാത്ത പരിക്കും നഷ്ടവുമൊക്കെയാണെങ്കിൽ പോലും നാം ഇവിടെ നിരപരാധിയും മരിച്ചയാൾ അതിനർഹനുമാണെന്നാണ് സർവാംഗീകൃത തത്വം. അപ്പോൾ ഖിസാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിരോധമല്ല എന്നത് വ്യക്തമാണ്. ഇനി പ്രതികാരമോ? അതും ഖിസാസ് അല്ല. പ്രതികാരം പലപ്പോഴും ജന്തുവാസനക്കപ്പുറം പൈശാചികമായ വാസനയായിട്ട് മാറും. അത് നമ്മെ അന്ധനും അവിവേകിയും ഹൃദയശൂന്യനുമായ പ്രതികാരദാഹിയാക്കി മാറ്റും. നീതിയും ന്യായവും വിസ്മരിക്കപ്പെടും. അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നൈരന്തര്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടെന്നിരിക്കും. നിരപരാധികൾ ഇരകളാക്കപ്പെടും. അരാജകത്വം ഫണം വിടർത്തും. സമൂഹത്തിന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടും. അരക്ഷിതാവസ്ഥയുടെ അന്തരീക്ഷത്തിൽ മൂല്യങ്ങളും നൈതികതകളും ഓരോന്നായി ബലികഴിക്കപ്പെടും. ചുരുക്കത്തിൽ പ്രതികാരം ഒരു നന്മയും അവശേഷിപ്പിക്കില്ല, ഒരു ജീവിതവും ബാക്കിയാക്കിയെന്നും വരില്ല. ഖിസാസ് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പ്രതികാരവുമല്ല പ്രതിരോധവുമല്ല. ഇത് പ്രതിക്രിയയാണ്, സന്തുലിതത്വമാണ്, നീതി നിർവഹണമാണ്, ന്യായ വിക്ഷേപണമാണ്, സുരക്ഷിതത്വം പ്രദാനം ചെയ്യലാണ്, ജീവിതങ്ങൾ ബാക്കി വെക്കലാണ്. ഹൃദയത്തിൽ ഭക്തിയുടെ കരുതിവെപ്പും കർമ്മങ്ങളിൽ കുറ്റകൃത്യങ്ങളോടുള്ള ഭയവും നിലനിർത്തലും കൂടിയാണ് ഖിസാസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഖിസാസ് നടപ്പിലാക്കണമെങ്കിൽ നിയതമായ സംവിധാനങ്ങളുടെ സാന്നിധ്യം ഉറപ്പാവണം. രണ്ട് കക്ഷികളുടെ മേലും നിയന്ത്രണാധികാരങ്ങളുള്ള ഒരു മൂന്നാം കക്ഷി അഥവാ ഭരണകൂടം ഇടപെടേണ്ടതായി വരും. കരാറുകൾ ഉല്ലംഘിക്കപ്പെടുമ്പോൾ സമാധാന പാലനവും കരാർ പാലനവും ഉറപ്പുവരുത്താൻ തക്ക ശേഷിയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം. ഈ രൂപത്തിൽ കിതാബത്തിന്റെ അഥവാ നിയമത്തിന്റെ നിർവഹണം ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വവും അധികാരവുമുള്ള ഭരണകൂടത്തിന്റെ നിതാന്തമായ മോണിറ്ററിംഗിൽ നടക്കുന്ന നീതിയുടെ വിളംബരമാണ് ഖിസാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആയത്തിലേക്ക് വരാം. യാ അയ്യുഹല്ലദീന ആമനു, സ്നേഹമസൃണമായൊരു അഭിസംബോധനയാണിത്. മേൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലികളുടെ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് ഏകിയിട്ടുള്ളത് ഇളവുകളാണ്. അവയെ വിവരിക്കാൻ പോവുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ വാത്സല്യമുള്ള വിളി അള്ളാഹു നടത്തുന്നത്. കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, നിങ്ങൾക്കുമേൽ ഖിസാസ് നിയമമാക്കിയിരിക്കുന്നു, റൂളിംഗ് ചെയ്യുന്നു. മുൻകാലങ്ങളിലൊക്കെ പ്രമാദമായ കീഴ്വഴക്കങ്ങളോ പ്രാദേശിക നിയമങ്ങളോ കരാറുകളോ ഒക്കെ വ്യക്തമായി എഴുതി വെക്കുമായിരുന്നു. പിൽക്കാലത്ത് ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വെക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ നിയമമാക്കുക എന്ന അർത്ഥം കത്തബയ്ക്ക് ഉണ്ടായി വന്നത്. കസ്സ യക്കുസ്സു കിസ്സത്ത് എന്നൊക്കെ പറഞ്ഞാൽ കഥ പറയുക എന്നാണല്ലോ അർത്ഥം. വാക്കുകളും വരികളും ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് കാൽപ്പാടുകൾ പോലെ ലീനിയറായിട്ടാണല്ലോ കഥകൾ പറയുക. അതുപോലെ അളന്നു മുറിച്ച് ചുവടുകൾ ഓരോന്നും ഒന്നിനൊന്ന് ഒപ്പിച്ചു വെച്ച് നടന്നു പോകുന്നതിനും കസ്സ എന്ന് പറയാം. ഖിസാസ് എന്ന് പറയുമ്പോൾ സംഭവിച്ച നഷ്ടത്തിന് തത്തുല്യമായി അണുവിട തെറ്റാതെ കൂടുകയോ കുറയുകയോ ചെയ്യാതെ നടപടിയെടുക്കുക എന്നാണ് അർത്ഥം. ഛേദിക്കുക, കട്ട് ചെയ്യുക എന്ന അർത്ഥം കൂടി ഖിസ്സക്ക് ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാം. ഇനി ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന് ചോദിച്ചാൽ, ഘാതകൻ സ്വയം വിന അള്ളാഹുവിന്റെ നിയമത്തിനും വ്യവസ്ഥയ്ക്കും മുന്നിൽ കീഴടങ്ങി കൊല്ലപ്പെട്ടവന്റെ വലിയ അഥവാ ശേഷിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുണ്ടല്ലോ, അവരുടെ തീരുമാനത്തിന് വിധേയമാകണം എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ നടപടി. സ്വയം വിന അയാൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അയാളെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലെത്തിക്കുക എന്നതും പ്രോസിക്യൂട്ട് ചെയ്യുക എന്നതും ഭരണകൂടത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഇനി വലിയനും ഉണ്ട് കുറച്ച് ബാധ്യതകൾ. അത് ഈ പ്രതിക്രിയ പ്രസ്തുത കൊലപാതകിയിൽ മാത്രം ഒതുക്കി നിർത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിനപ്പുറം കൊലപാതകിയുടെ പകരക്കാരനെയോ ആശ്രിതരെയോ കുടുംബത്തെ അപ്പാടെയോ ആക്രമിക്കുക എന്നതൊന്നും ഒരു നിലക്കും അനുവദനീയമല്ല. രണ്ടാമത്തെ കാര്യം, വധശിക്ഷയ്ക്ക് പകരം ബ്ലഡ് മണിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ട്
ആ സ്വീകരണത്തോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം എഴുതി അവസാനിപ്പിക്കണം എന്നതാണ്. ഫിൽ ഖത്ല, കൊലപാതകത്തിനുള്ള ശിക്ഷാ നടപടിയാണിത്. ഈ നടപടിയിൽ കുറ്റാന്വേഷണം നടത്തുക, വിചാരണ ചെയ്യുക തുടങ്ങിയ എല്ലാവിധ നിയമ നടപടികളിലൂടെയും കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന് മുന്നിൽ രണ്ടാലൊരു ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷൻ പരേതന്റെ വലിയന്റെ തീരുമാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതും. അത് നടപ്പിലാക്കുക എന്നത് മാത്രമാണ് പിന്നീട് ഭരണകൂടത്തിന്റെ ചുമതല. അപ്പോൾ ഗവൺമെന്റിന്റെ മുന്നിൽ കൊലപാതകത്തിൽ 2 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒന്ന്, വലിയ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊലപാതകിക്കും വധശിക്ഷ തന്നെ നടപ്പിലാക്കുക എന്നതാണ്. വധശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ നീക്കുപോക്കുകളും പാടില്ല. അൽ ഹുർറു ബിൽ ഹുർറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. ആരാണോ കൊലപാതകി, അവൻ ആണോ പെണ്ണോ, സ്വതന്ത്രനോ അടിമയോ, സവർണനോ അവർണനോ, ബ്രാഹ്മണനോ ദളിതനോ, ഇതൊന്നും തന്നെ ഇവിടെ പ്രസക്തമല്ല. കൊലപാതകി തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അവൻ മാത്രം അനുഭവിച്ചാൽ മതി താനും. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് മതമോ ജാതിയോ വർഗമോ തറവാടോ സാമൂഹിക സ്ഥിതിയോ ഒന്നും തന്നെ പരിഗണിക്കുന്നേയില്ല എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ കൊലപാതകി മുസ്ലിം ആയിരിക്കുകയും ഇര അമുസ്ലിമായിരിക്കുകയും ചെയ്താൽ പോലും ശിക്ഷ നടപ്പിലാകും. ജീവന്റെ വില അത് ഏത് മനുഷ്യന്റേതും സമാനമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഅ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. ആർക്കെങ്കിലും തന്റെ സഹോദരനിൽ നിന്ന് വിട്ടുവീഴ്ച ലഭിക്കുന്ന പക്ഷം ന്യായമായ നഷ്ടപരിഹാരത്തിൽ തീർപ്പാക്കുകയും അത് മാന്യമായി കൊടുത്തുവീട്ടുകയും വേണം. നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് അള്ളാഹു നമുക്കായി വെച്ചിട്ടുള്ള വലിയ ഇളവ്. ഇത് മുൻവേദക്കാർക്ക് നൽകപ്പെട്ടിരുന്നില്ല. ഒരാൾ സഹോദര ബുദ്ധിയ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അതിൽ ഒരുപാട് നന്മകളുണ്ടാകും, ഭൗതികമായും പാരത്രികമായും. 2 കുടുംബത്തിനും മനസ്സമാധാനം അവശേഷിക്കും. അതുപക്ഷേ യാതൊരു മുഷിപ്പുമില്ലാതെ, സങ്കീർണതകൾ ഒട്ടുമുണ്ടാക്കാതെ പരസ്പര തൃപ്തിയിൽ വേണം നടപ്പിലാക്കാൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വദാലിക തഖ്ഫീഫു മിർ റബ്ബിക്കും വറഹ്മ. ഇതാണ് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഇളവും ഔദാര്യവും. ഫമൻ അഅതദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം. എന്നാൽ ഈ തീർപ്പിനും പരിഹാരത്തിനുമൊക്കെയും ഒടുവിൽ വീണ്ടും ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ അവന് നോവുന്ന വേദനിക്കുന്ന ശിക്ഷയുണ്ടാകും. ഒത്തുതീർപ്പാക്കി മാപ്പ് കിട്ടി ജീവൻ രക്ഷപ്പെട്ടു, ഇതിനുശേഷം വീണ്ടും ആ ഘാതകൻ മറ്റേ കുടുംബത്തെ ഉപദ്രവിക്കാൻ തുനിഞ്ഞാൽ തീർച്ചയായും അവൻ 2ഇടത്തും നോവേൽക്കേണ്ടി വരും. ഇനി ബ്ലഡ് മണിയൊക്കെ വാങ്ങിച്ചതിനു ശേഷം ഘാതകനെ വകവരുത്താനാണ് ആ കുടുംബം ശ്രമിക്കുന്നതെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടും. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ഈ നിയമത്തിൽ സത്യത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് മനുഷ്യരെ, ബുദ്ധിയുള്ളവരെ. അതെങ്ങനെയാണ്? പ്രതിക്രിയ ചെയ്ത് വധശിക്ഷ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ കൊലപാതകി കൊല്ലപ്പെടും. അത് ഗവൺമെന്റ് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുന്നതായതിനാൽ കൂടുതൽ ആക്രമണങ്ങളോ കൊള്ളിവെപ്പോ യുദ്ധങ്ങളോ മറ്റൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുവഴി ശേഷിക്കുന്ന മനുഷ്യർക്കെല്ലാം സമാധാനത്തോടെ സുരക്ഷയോടെ കഴിയാം. ഇങ്ങനൊരു നിയമമില്ലായിരുന്നുവെങ്കിൽ ഇരുഗോത്രത്തിലെയും ഏതൊരു വ്യക്തിയും ഏത് സമയത്തും കൊല്ലപ്പെടാവുന്ന വിധം അരക്ഷിതാവസ്ഥയായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. തീർച്ചയായും ഖിസാസ് സ്വസ്ഥവും സുരക്ഷിതവുമായ ജീവിതമാണ് നമുക്ക് ബാക്കി വെക്കുന്നത്. ഇനിയിപ്പോ ബ്ലഡ് മണി വാങ്ങിയിട്ട് വധശിക്ഷ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെയും അത് കൂടുതൽ ജീവനുകൾ നിലനിർത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഘാതകൻ രക്ഷപ്പെടുന്നു, അയാളുടെ കുടുംബങ്ങൾ വഴിയാധാരമാകാതെ പോകുന്നു, 2 കുടുംബവും ഹാർമണിയിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ മൊത്തത്തിൽ സമാധാനാന്തരീക്ഷം കൈവരുന്നു. ചിന്താശേഷിയുള്ളവർക്ക് കാര്യം എളുപ്പം മനസ്സിലാകും. ലഅല്ലക്കും തത്തക്കൂൻ. മാത്രമല്ല ഈ നിയമത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ജാഗ്രതായിരിക്കുകയും ചെയ്യും. കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഗണ്യമായി കുറയും. അതാണ് ഈ നിയമത്തിന്റെ താല്പര്യം തന്നെയും. പണവും ജാതിയും സ്വാധീനവും ഉപയോഗിച്ച് എത്ര വലിയ ശിക്ഷയിൽ നിന്നും തടിയൂരാം എന്ന അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ അനുദിനം ക്രൈം ലിസ്റ്റുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പുലരുന്നൊരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.